മക്കൾസ് വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ JK. മക്കളെ, ഞാൻ ആദ്യം ജസ്റ്റ് എന്നൊന്ന് പരിചയപ്പെടുത്തട്ടെ. എൻ്റെ പേര് ജിജീഷ് കെ എന്നാണ്. അങ്ങനെയാണ് JK എന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എൻ്റെ 6ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കൂട്ടുകാർ, നിങ്ങൾ എല്ലാവരും എന്നെ JK എന്ന് വിളിച്ചാൽ മതി. ഞാൻ ആദ്യമായിട്ടാണ് 6ാം ക്ലാസ്സിൽ വരുന്നത്, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പേരൊക്കെ പറയുന്നത് കേട്ടോ. പക്ഷെ എന്തിനാണ് ഞാനിപ്പോൾ വന്നു വെച്ചാൽ, ഞാൻ വലിയൊരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. വലിയ കാര്യം എന്ന് പറയാൻ കാരണം, നിങ്ങളിപ്പോൾ ചെറിയ കുഞ്ഞിതാണ്, അല്ലെങ്കിൽ ചെറിയ ക്ലാസ്സിലാണ്, 6ാം ക്ലാസ്സിലാണ്. പക്ഷേ നിങ്ങൾ ഇപ്പം തന്നെ വലിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം. ഭാവിയിൽ നിങ്ങൾക്ക് JEE NEET പോലുള്ള വലിയ എക്സാമുകളൊക്കെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യണം. ഇനി അതല്ല, JEE NEET അല്ല, പകരം ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല കോളേജുകളിലേക്ക് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിക്കണമെങ്കിൽ എപ്പോഴും നമുക്കൊരു എൻട്രൻസ് എക്സാം നമ്മൾ എന്ത് ചെയ്യണം, അഭിമുഖീകരിക്കണം. അങ്ങനെ ആ വലിയൊരു എക്സാമിലേക്ക് നിങ്ങൾ ഇപ്പം തന്നെ എന്ത് ചെയ്യണം, ചെറിയ ക്ലാസ് ആകുമ്പോൾ തന്നെ ചെറുതായിട്ട് പഠിച്ചു തുടങ്ങണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സൈലത്തിൻ്റെ ഫാൽക്കൺ ബാച്ച്. അപ്പോൾ ഇതിൽ ഒട്ടുമിക്ക കുട്ടികൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഫാൽക്കൺ ബാച്ചിലേക്ക് ചിലപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി ഇല്ലാത്തവർ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ പെട്ടെന്ന് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. കാരണം വരാനിരിക്കുന്ന പരീക്ഷയ്ക്ക് നമുക്ക് അടിപൊളിയാക്കണ്ടേ. അപ്പോൾ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട 6ാം ക്ലാസ്സിലെ സ്റ്റേറ്റ് സിലബസ് ആയിക്കോട്ടെ, CBSE ആയിക്കോട്ടെ, ഇനി ഏത് സിലബസ് ആയാലും കുഴപ്പമില്ല, ഞാൻ ഒന്നുകൂടി പരിചയപ്പെടുത്തുന്നത് JK ആണ്, നിങ്ങളുടെ സയൻസിൻ്റെ അധ്യാപകനാണ്. മക്കളെ, അപ്പം ഞാൻ കുറച്ച് ചെറിയ കാര്യങ്ങൾ, അതായത് നമ്മൾ ചുറ്റുവട്ടത്ത് നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം. പക്ഷെ അത് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ബേസ് ചെയ്തിട്ടൊരു ചോദ്യം വന്നാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ? അതേപോലത്തെ ഒരു ചെറിയൊരു കാര്യമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതായത് നിങ്ങൾ റെസ്റ്റ് അല്ലെങ്കിൽ മോഷൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. ഞാനിപ്പോൾ ഇവിടെ റെസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ അത് ശരിയാണ്, ഞാനിപ്പോൾ ഇവിടെ മോഷൻ ആണെന്ന് പറഞ്ഞാൽ അതും ശരിയാണ്. അപ്പൊ എങ്ങനെയാണ് ഈ റെസ്റ്റും മോഷനും അല്ലേ? ആ കാര്യങ്ങളൊക്കെ നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ട് ഏതൊക്കെ ടൈപ്പുള്ള അല്ലെങ്കിൽ ഏതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്പ് ആയിട്ടുള്ള മോഷൻ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കുറച്ച് ചെറിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ പോകണം. അപ്പോൾ ഒരൊറ്റ തവണ കണ്ടാൽ തന്നെ മതി, നിങ്ങൾക്ക് ഇത് പഠിക്കാൻ പറ്റും. അപ്പോൾ മാക്സിമം എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. ഞാൻ പറയുന്ന വാക്കുകളിലേക്കും സ്ക്രീനിലേക്കും മാത്രമായിരിക്കട്ടെ നിങ്ങളുടെ ശ്രദ്ധ. ഞാൻ എല്ലാവരും ആവാഹിച്ചെടുത്തു. ഓക്കെ, അപ്പോൾ റെഡിയാണോ? നോക്കുക. അപ്പോൾ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഇംഗ്ലീഷ് മീഡിയം മാത്രം കൊടുക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, 6ാം ക്ലാസ്സിൽ സ്റ്റേറ്റ് സിലബസിൽ മലയാളം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ഇതിനകത്ത് ഉണ്ടായിരിക്കും. പക്ഷെ ഇനി നിങ്ങൾ വലിയ ക്ലാസ്സിലെത്തി എൻട്രൻസ് എക്സാമുകളൊക്കെ എഴുതുമ്പോൾ അവിടെ എപ്പോഴും ഇംഗ്ലീഷിലുള്ള ചോദ്യങ്ങളാണ് വരിക. അതുകൊണ്ട് ഇപ്പം തന്നെ ഈ ചെറിയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ചിന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണതാ, നോക്കിക്കോളൂ. അപ്പൊ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്തില്ല എന്താണ്, പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം അല്ലെ. സമയത്തിനനുസരിച്ച് പൊസിഷൻ ചേഞ്ച് ചെയ്യണില്ലെങ്കിൽ അതിന്റെ അർത്ഥം അത് റെസ്റ്റ് എന്നാണ്. ഇപ്പൊ നോക്കുക, ഇവിടെ ഒരാളും അല്ലെങ്കിൽ ഒരു കുട്ടിയും ആ കുട്ടിയുടെ ഏട്ടനും അല്ലെങ്കിൽ അച്ഛനാണെന്ന് വിചാരിക്കുക. രാവിലെ വന്ന് നോക്കി, മരം ഇവിടെ തന്നെയാണ്. വൈകുന്നേരം വന്ന് നോക്കി, അപ്പോഴും മരം ഇവിടെ തന്നെയാണ്. ഇനി രാത്രി വന്ന് നോക്കി, അപ്പോഴും മരം ഇവിടെ തന്നെ. അപ്പൊ സമയം ഇങ്ങനെ പോകുന്നുണ്ട്, പക്ഷെ മരത്തിന്റെ ഈ ഒരു ട്രീയുടെ സ്ഥാനം, പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇതിനെയാണ് നമ്മൾ എന്താ പറയുക, റെസ്റ്റ് എന്ന് പറയാം. ഞാൻ സമയത്തിനനുസരിച്ച് ഇവിടുന്ന് മാറുന്ന തന്നെ ഇല്ലെങ്കിൽ, സമയം എങ്ങനെ മാറുന്നു, ഞാൻ മാറുന്ന തന്നെ അല്ല. മറ്റേ ഇന്നസെന്റ് ഇങ്ങനെ കല്യാണരാമനിലൊക്കെ നിൽക്കുന്ന പോലെ തന്നെ ഇങ്ങനെ നിൽക്കുന്നു. സമയത്തിനനുസരിച്ച് ഞാൻ സ്ഥാനം മാറുന്നില്ലെങ്കിൽ ഞാൻ എന്താണ്, റെസ്റ്റ് ആണെന്നാണ് പറയുക. അപ്പൊ റെസ്റ്റ് ഇനി കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ അങ്ങനെയെങ്കിൽ മോഷൻ എന്തായിരിക്കും? ഒരു കുട്ടി എന്ത് ചെയ്തു, സൈക്കിളിൽ ഇങ്ങനെ പോകുന്നു. അപ്പൊ സമയത്തിനനുസരിച്ച് ആ കുട്ടിയുടെ സ്ഥാനം ആദ്യം ഇവിടെ ആയിരുന്നു, പിന്നീട് എന്ത് ചെയ്തു, ആ കുട്ടി ഇവിടെ എത്തിച്ചേർന്നു, പിന്നെ ഇവിടെ എത്തിച്ചേർന്നു. അപ്പൊ സമയത്തിനനുസരിച്ച് അവിടെ സ്ഥാനം മാറുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, മോഷൻ എന്ന് പറയുക. അപ്പോൾ പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ചേഞ്ച് വിത്ത് എന്താണ്, റെസ്പെക്ട് ടു ടൈം അല്ലേ. ചേഞ്ച് വിത്ത് ടൈം, സമയത്തിനനുസരിച്ച് സ്ഥാനം മാറുന്നുണ്ടെങ്കിൽ, പൊസിഷൻ മാറുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ മോഷൻ എന്നാണ്. അപ്പോൾ ഈ 6ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് പഠിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? സിമ്പിളായിട്ട് നമ്മൾ ചുറ്റുവട്ടത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഞാൻ പറഞ്ഞത്. അപ്പോൾ മോഷനും അതേപോലെ തന്നെ റെസ്റ്റും നമുക്ക് മനസ്സിലായി. അങ്ങനെയെങ്കിൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മോഷൻ പഠിക്കാണ്ട്. അപ്പോൾ ജസ്റ്റ് ഇനി പേരുകൾ മാത്രം ഓർത്തിച്ചാൽ മതി, ഇനി കൂടുതൽ ആഴത്തിൽ പഠിക്കാനൊന്നുമില്ല. പകരം ട്രാൻസ്ലേഷണൽ മോഷൻ അല്ലെങ്കിൽ ട്രാൻസ്ലേറ്ററി മോഷൻ എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഈ ചിത്രത്തിലേക്ക് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. അതായത് ഇവിടെ ഒരു ജാർ അല്ലെങ്കിൽ എന്തായാലും പറയാം, ഒരു ഫ്ലാസ്ക് ഒക്കെ വെച്ച് വിചാരിക്കുക. ഇതിന്റെ ഓറിയന്റേഷൻ ഒരിക്കലും മാറുന്നില്ല, ഒരേപോലെ തന്നെ. പക്ഷെ അതെന്ത് ചെയ്യുന്നു, സ്ഥാനം ഇങ്ങനെ മാറുന്നുണ്ട്. അതുകൊണ്ട് അതിനെ നമ്മൾ എന്താ പറയുക, ട്രാൻസ്ലേഷണൽ മോഷൻ അല്ലെങ്കിൽ ട്രാൻസ്ലേഷണൽ മോഷൻ എന്നൊക്കെ പറയുന്നു. അപ്പൊ മലയാളം മീഡിയക്കാർ ഈ പേരെന്നെ ഓർത്തു വെക്കണം. ഇനി ഇവിടെ നോക്കുക, ഇവിടെ ഈ ഒരു ജാർ അല്ലെങ്കിൽ ഈ ഒരു ബോട്ടിൽ ഇങ്ങനത്തെ നിൽക്കുന്നു. പക്ഷെ ഇവിടെ എന്ത് ചെയ്തു, അതിന്റെ സ്ഥാനം അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഓറിയന്റേഷൻ മാറി. അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ എന്താ അറിയില്ല, ട്രാൻസ്ലേഷൻ മോഷൻ എന്ന് പറയൂല. ഫോർ എക്സാമ്പിൾ, എൻ്റെ ഒരു വാട്ടർ ബോട്ടിൽ ഞാൻ ഇവിടെ വെക്കുന്നു. ഈ വാട്ടർ ബോട്ടിൽ എല്ലാവർക്കും കാണാൻ പറ്റുന്നു. ഇതെപ്പോഴും ഇങ്ങനെ ഒരേ പൊസിഷനില്ല. അപ്പൊ ഇതിനെ അങ്ങനെ മൂവ് ചെയ്യുന്നു. ഇതിന്റെ ഓറിയന്റേഷൻ ഒരിക്കലും മാറുന്നില്ല. അതുകൊണ്ട് ഇതിനെ നമുക്ക് ട്രാൻസ്ലേഷൻ മോഷൻ എന്ന് പറയാം. നേരെ ഞാൻ ഇങ്ങനെ ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഇങ്ങനെ വീഴുന്നു, ഇങ്ങനെയൊക്കെ പോകുന്നു, അത് ട്രാൻസ്ലേഷൻ മോഷൻ അല്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ ട്രാൻസ്ലേഷണൽ മോഷൻ 2 ടൈപ്പാണ്. ഒന്ന് റെക്റ്റിലീനിയർ മോഷൻ. റെക്റ്റിലീനിയർ എന്ന് കേട്ടാൽ നേർരേഖ, സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട്.
ഇനി കർവ് ലീനിയർ എന്ന് കേട്ടാൽ ആ പേര് തന്നെ കർവായിട്ട്, കർവ് പറഞ്ഞാൽ ഇങ്ങനെ അല്ലേ, ഒരു വളഞ്ഞ രൂപത്തിൽ. അപ്പൊ അങ്ങനെയുള്ള റെക്ടിലീനിയർ മോഷൻ എന്ന് പറയുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട്, ഓറിയന്റേഷൻ ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പാടില്ല, അതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നു. ഈ വാട്ടർ ബോട്ടിൽ എന്ത് ചെയ്യുന്നു, കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നു. അതിനെ നമ്മൾ റെക്ടിലീനിയർ മോഷൻ, ഓറിയന്റേഷൻ ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഇനി കർവ് ലീനിയർ എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെ ഓറിയന്റേഷൻ ചേഞ്ച് ചെയ്യാതെ എപ്പോഴും എന്ത് ചെയ്യുന്നു, കർവായിട്ട് ഇങ്ങനെ പോകുന്നു. അപ്പൊ അതിനെ നമ്മൾ കർവ് ലീനിയർ മോഷൻ എന്നൊക്കെ പറയുന്നു, കർവ് മോഷൻ. ഇനി അടുത്ത സർക്കുലർ മോഷൻ. സർക്കുലർ മോഷൻ അവിടെ അതേപോലെ തന്നെ ഓറിയന്റേഷൻ ചേഞ്ച് ചെയ്യാതെ കറക്റ്റ് സർക്കുലർ ആയിട്ട് ഇങ്ങനെ, ഗ്രൗണ്ടിലൂടെ ഇപ്പൊ സ്പോർട്സ് ആണല്ലോ, അപ്പൊ റൗണ്ടിന് ഓടുന്നു, അപ്പൊ അതൊക്കെ സർക്കുലർ മോഷൻ ആണ്. ഇനി റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുമ്പോൾ ഒരു ആക്സിസിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ പമ്പരം നമ്മളെ ടോപ്പ് എന്ത് ചെയ്യുന്നു, ഇതിന്റെ ഈ ആണിയിൽ എന്ത് ചെയ്യുന്നു, ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുന്നു. ഫാൻ അതിന്റെ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുന്നു. നമ്മൾ എർത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ ആക്സിസിൽ എന്ത് ചെയ്യുന്നു, അത് റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇതിനെ നമ്മൾ റൊട്ടേഷണൽ മോഷൻ, റൊട്ടേറ്ററി മോഷൻ. ഇനി റോളിംഗ് മോഷൻ എന്ന് പറഞ്ഞാൽ ഇതിൽ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് പോകുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഇതിന്റെ വീൽ എന്ത് ചെയ്യുന്നുണ്ട്, റൊട്ടേറ്റും ചെയ്യുന്നുണ്ട്. അപ്പൊ അത് റോൾ ചെയ്ത് ഇങ്ങനെ, അത് റോളിംഗ് മോഷൻ ആണ്. ഇനി ഓസിലേറ്ററി മോഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഊഞ്ഞാല ആടുന്ന പോലെ ഇരുവശങ്ങളിലേക്കും ടു ആൻഡ് ഫ്രോ മോഷൻ ആണ്. അപ്പൊ രണ്ട് വശത്തേക്ക് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഓസിലേറ്ററി മോഷൻ എന്ന് പറയും. അപ്പോൾ കുറേ ടൈപ്പുള്ള മോഷനാണ് ഇപ്പം ഞാൻ പറഞ്ഞത് അല്ലേ. അപ്പം ഞാൻ പറഞ്ഞ ഈ ഒരു സിമ്പിളായിട്ട് നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ, നിങ്ങൾ കണ്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് വെറുതെ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് വെച്ചാൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെറുപ്പത്തിലേ എന്ത് ചെയ്യണം, നമ്മളിത് പഠിച്ചു വരണം. അപ്പോൾ നോക്കിപ്പോൾ ഒരു എക്സാമ്പിൾ ടൈപ്പ് ഓഫ് മോഷൻ, അതിൻ്റെ പെട്ടെന്ന് ഓർത്ത് വെക്കാനുള്ള കാര്യം ഞാൻ പറയണം. ഇപ്പം ലീനിയർ മോഷൻ എന്ന് കേട്ടാൽ നിങ്ങളുടെ മനസ്സിലേക്ക് എത്തേണ്ടതാണ് സ്ട്രെയിറ്റ് ലൈൻ പാത്തിലൂടെ പോകാം. സ്ട്രെയിറ്റ് ആയിട്ട് ഞാൻ നേരെ എങ്ങനെ പോകുന്നത് ലീനിയർ മോഷൻ ആണ്, സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് ഓർത്ത് വയ്ക്കുക. ഇനി കർവ് ലീനിയർ മോഷൻ എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയായിരിക്കും, കർവ്ഡ് പാത്തായിരിക്കും, അത് കർവ് ആയിട്ടാണ് പോകുന്നത്. ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഓർത്ത് വയ്ക്കുക. ഇനി സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും, അപ്പോൾ എറൗണ്ട് എ സർക്കിൾ, സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞാൽ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ എന്ത് ചെയ്യുന്നു, ഓടുന്നതൊക്കെ സർക്കുലർ മോഷനാണ്. ഇനി അടുത്ത റൊട്ടേഷണൽ മോഷൻ എന്ന് പറഞ്ഞാൽ സ്പിൻസ് എബൌട്ട് ആക്സിസ്, അതിന്റെ ആക്സിസിൽ എന്ത് ചെയ്യുന്നു, റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ പമ്പർ റൊട്ടേറ്റ് ചെയ്യുന്നു, ഫാൻ റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഇങ്ങനത്തെ എക്സാമ്പിളൊക്കെ നിങ്ങൾ ചുറ്റുവട്ടത്തുള്ള എക്സാമ്പിളുകളൊക്കെ നിങ്ങൾ ഓർത്തു വെക്കണം. എന്നിട്ട് അതിനൊക്കെ എക്സാമ്പിളുകൾ കണ്ടെത്തണം കേട്ടോ. ഓക്കെ, ആരൊക്കെ കണ്ടെത്തുന്നു ഞാൻ നോക്കാം. റൊട്ടേഷൻ മോഷൻ എന്ന് പറഞ്ഞാൽ അതും എങ്ങനെയാണ്, അപ്പോൾ സ്പിൻ അബൌട്ട് ഇറ്റ്സ് ആക്സിസ് അല്ലെ, ആക്സിസിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇനി അടുത്ത് ഓസിലേറ്ററി മോഷൻ എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു, ബാക്ക് ആൻഡ് ഫ്രോത്ത്, ഊഞ്ഞാലാടുന്നത് ഒരു ഓസിലേറ്ററി മോഷനാണെന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ബാക്ക് ആൻഡ് ഫ്രോത്ത് പറഞ്ഞാൽ രണ്ടു വശം ഒരു പോയിന്റിനെ ബേസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നത് നമ്മൾ പറയാം. ഇനി പീരിയഡിക് മോഷൻ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഇന്റർവൽ ഓഫ് ടൈമിൽ, ഇപ്പോൾ ക്ലോക്കിൽ സൂചിയൊക്കെ ഇറങ്ങുന്നു, അല്ലെങ്കിൽ റിപ്പീറ്റ് ഇൻ ടൈം എന്ത് ചെയ്യുക, ഭൂമി ഇപ്പോൾ സൂര്യൻ ഇങ്ങനെ ചുറ്റുന്നു, അതൊരു പർട്ടിക്കുലർ ടൈമിൽ ഇങ്ങനെ, അപ്പോൾ റിപ്പീറ്റ് ഇൻ ടൈം, ഒരു ടൈമിൽ കറക്റ്റ് റിപ്പീറ്റ് ചെയ്യുന്നു. റാൻഡം മോഷൻ എന്ന് പറഞ്ഞാൽ ഒരു നോ ഫിക്സഡ് പാത്ത്, അങ്ങനെയൊന്നുമില്ല, അതിൽ ഇതിലേക്ക് സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ കുട്ടികൾ അതിൽ ഇതിലേക്ക് ഓടിപ്പോകും അല്ലേ. അതല്ലെങ്കിൽ ഇന്റർവെല്ലിന്റെ സമയത്ത് എല്ലാവരും കറക്റ്റ് ഇങ്ങനെ വരിക്ക് ഇങ്ങനെ പോകും, നിങ്ങളെല്ലാവരും ഇല്ല, ഒരിക്കലും ഇല്ല. അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, നോ ഫിക്സഡ് പാത്താണ്. അപ്പോൾ അത് എന്താണ്, ഒരു റാൻഡം മോഷൻ. ട്രാൻസ്ലേറ്ററി മോഷൻ എന്ന് പറഞ്ഞാൽ ഷിഫ്റ്റ് എന്ത് ചെയ്യുന്നു, പൊസിഷൻ, അതിന്റെ പൊസിഷൻ മാത്രം ചേഞ്ച് ചെയ്യും, ഓറിയന്റേഷൻ ചേഞ്ച് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നത്. സിമ്പിൾ ആണല്ലോ. അങ്ങനെയെങ്കിൽ ഇപ്പൊ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ വൃത്തിയോടെ ക്ലിയർ ആയിട്ട് കേട്ട ഒരാൾക്ക് ഇതിന്റെ ആൻസർ കണ്ടെത്താൻ പറ്റും. ഇതിന്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യണം, താഴെ കമന്റ് ബോക്സിനകത്ത് രേഖപ്പെടുത്തണം. അപ്പോൾ ഇതേപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ, എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള വലിയ വലിയ ചോദ്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു പഠിക്കും. അതിന് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, നമ്മൾ ഫാൽക്കൺ ബാച്ചിൽ ജോയിൻ ചെയ്യുക. വരാനിരിക്കുന്ന എൻട്രൻസ്, അതായത് ഭാവിയിൽ നടക്കാനിരിക്കുന്ന വലിയ എൻട്രൻസ് എക്സാമിന് നമ്മൾ ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്യണം അല്ലേ. കോഹ്ലിയൊക്കെ ഇപ്പോൾ അങ്ങനെ ഒരു ബാറ്റ്സ്മാൻ ആണെങ്കിൽ 10ാം ക്ലാസ് പ്ലസ് 2 ഒക്കെ കഴിഞ്ഞ് ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ പ്രാക്ടീസിന് വേണ്ടി കളിക്കാരനാകണോ, അല്ല, ചെറുപ്പത്തിലേ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ അതേപോലെ ഭാവിയിൽ നിങ്ങൾക്ക് വലിയ ആളുകളാവാൻ എന്ത് ചെയ്യണം, താഴെ ക്ലാസ്സിൽ ചെറിയ ക്ലാസ്സിൽ തന്നെ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ക്ലാസ് കേട്ടൊരാൾക്ക് ഒരു 2-3 തവണ കേൾക്കുക. എന്നിട്ട് ഇതിൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കമൻറ്റ് ബോക്സിനകത്ത് രേഖപ്പെടുത്തുക. കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്, അത്രയും ശ്രദ്ധിച്ച കുട്ടികൾക്ക് മാത്രമേ ഇതിൻ്റെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ഈ ക്ലാസ് കഴിഞ്ഞ് ഇതിൻ്റെ നിങ്ങൾ ക്ലാസ് കണ്ടിട്ട് ഇതിൻ്റെ മെസ്സേജ് ഞാൻ താഴെ നോക്കും, ആരൊക്കെയാണ് ഇതിനകത്ത് കൂടുതൽ ആൻസർ ചെയ്തത്. മലയാളം മീഡിയം സ്റ്റേറ്റ് സിലബസിലുള്ള കുട്ടികളെ കുറിച്ച് ഇച്ചിരി പാടൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ എന്തായാലും 2-3 തവണ കേൾക്കുക. പിന്നെ അതിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റും. CBSE കുട്ടികളാകുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ഈസി ആയിരിക്കും. പക്ഷെ ആരായാലും ഇതിൻ്റെ ആൻസർ ആരാണ് കറക്റ്റ് റെഡിയാക്കുന്നത് ഞാനൊന്ന് നോക്കട്ടെ. അപ്പം ഞാൻ നിങ്ങളുടെ ആൻസറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫാൽക്കൺ ബാച്ചിൽ കൂടുതൽ കാര്യങ്ങളൊക്കെ പഠിക്കണം. പക്ഷേ ആൻസർ കമൻറ്റ് ചെയ്യുക, ഞാൻ വെയിറ്റ് ചെയ്യുന്നു.